ഇന്നൊരു മോർണിംഗ് വീഡിയോയാണേ. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ എണീച്ച് നമ്മുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ അടുക്കളയിലേക്ക് വന്നാൽ പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് അതൊക്കെ ഒന്ന് ജാറിലൊഴിച്ച് വെച്ചതിന് ശേഷം എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് നേരെ സിറ്റൗട്ടിലേക്കാണ്. അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് ചായ കുടിക്കൽ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചെടികളുണ്ട്, അതെല്ലാം ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നേരെ അടുക്കളയിലേക്കാണ് പിന്നെയും. അപ്പോൾ ഇന്നെൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ചിക്കൻ കറിയും ചപ്പാത്തിയാണ്. അപ്പോൾ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിൽ 3 സവാള, അതേപോലെ 3 പച്ചമുളക്, കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ സവാള വേഗം വഴറ്റി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തത് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും, അതോടൊപ്പം 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കുക. പിന്നെ വേണ്ടത് 2 തക്കാളി, അത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയെല്ലാം നല്ല വെന്തുടഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇടാം. നമ്മുടെ ചിക്കനൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് അടുത്ത പണി എന്താണെന്ന് പറഞ്ഞാൽ അത് ചെയ്യാം. അപ്പോൾ ഇനി എനിക്ക് അടുത്ത പണി പറയുന്നത് എൻ്റെ ചപ്പാത്തി മാവ് കുഴക്കലാണ്. അപ്പോൾ ചപ്പാത്തി മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാവ് ഒരു ബൗളിലിട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ചപ്പാത്തി മാവ് കുഴക്കുമ്പോൾ ഞാൻ എപ്പോഴും തിളച്ച വെള്ളം എടുക്കാം. നല്ല തിളച്ചത് പറഞ്ഞാൽ പതച്ച വെള്ളം എടുക്കും. അപ്പോൾ നല്ല സോഫ്റ്റായിരിക്കും നമ്മുടെ ചപ്പാത്തി. അങ്ങനെ നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴച്ച് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് എനിക്ക് പറയുന്നത് നമ്മുടെ സവാള ഉണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കും. ഫസ്റ്റ് തന്നെ ഞാൻ സവാള ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ആകുമ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ചപ്പാത്തി വരത്തിയിട്ടുണ്ട്, അതൊന്ന് ചുട്ടെടുക്കാം. അപ്പം നമ്മൾ നല്ല സോഫ്റ്റായ ചപ്പാത്തിയാണ് കേട്ടോ. നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ചിക്കൻ കറിയും കൂടിയിട്ട് ഒന്ന് കഴിക്കാം.